അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ. സ്റ്റാർ അല്ല, ശരിക്കും ഒരു രണ്ടുപേരാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത്. വയനാട്ടുകാരാണ്, വൈത്തിരി സ്കൂളിലാണ് പഠിക്കുന്നത്, മേഘയും അഞ്ജലിയും. അപ്പോൾ ഈ പുരസ്കാരം എന്ന് പറയുന്നത് അത് മാതൃഭൂമി ന്യൂസ് ഒറ്റയ്ക്ക് നൽകുന്നതല്ല, ഹാപ്പി ഗ്രൂപ്പ് കൂടി ചേർന്ന് നൽകുന്നതാണ്. വർഷങ്ങളായി നൽകി വരുന്നതാണ്. കലോത്സവത്തിന്റെ ഓരോ ദിവസങ്ങളിലെയും താരങ്ങളെ, സ്റ്റാറുകളെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. ഏറ്റവും അർഹമായ കൈകളിലേക്കാണ് ഹാപ്പി ആ സ്റ്റാറിനെ എത്തിക്കുന്നത്. ഹാപ്പി ജാം, ഹാപ്പി പീനട്ട് ബട്ടർ, ഹാപ്പി പിക്കിൾ, ഹാപ്പി സ്ക്വാഷിനൊക്കെ നിർമ്മാതാക്കളായിട്ടുള്ള SLK ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഈ അവാർഡ് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാഷ് അവാർഡാണ് നമുക്ക് നൽകുന്നത്. രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. സന്തോഷായോ? സന്തോഷായി. ആദ്യമായിട്ടാണോ കലോത്സവത്തില്? ഫസ്റ്റ് ടൈമാ? മോളോ? ഞാൻ 3 വർഷമായി. 3 വർഷം എ ഗ്രേഡാ? അല്ല, 10 വർഷം ബി ഗ്രേഡ് ആയിരുന്നു. പിന്നെ 2 വർഷം എ ഗ്രേഡാ. വീട്ടിലൊക്കെ എല്ലാരും എന്തു പറയുന്നു? ഇവിടെ വന്നു, ഇപ്പൊ TV കാണുന്നുണ്ടാവും എല്ലാരും. പറഞ്ഞു അമ്മേനോടൊക്കെ? പറഞ്ഞു. എന്ത് പറഞ്ഞു? അപ്പൊ അമ്മക്കൊക്കെ സന്തോഷല്ലേ? സന്തോഷായി. മോള് വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? അപ്പൊ ഇങ്ങനെ കിട്ടുന്നു പറഞ്ഞപ്പം എന്താ പറഞ്ഞേ? അമ്മ എന്താ പറഞ്ഞേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷായി. സന്തോഷായി. TV കാണുന്നുണ്ടാവും എല്ലാരും. അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ അവരുടെ വീട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ട് അല്ലേ? അവരോടൊക്കെ എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കും. കാരണം ഇത്രയും വലിയ ഒരു വേദി, അതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത്, വൈത്തിരിയിൽ നിന്ന് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇവിടെ വരെ എത്തിയെന്നുള്ളത്. അതെ. നമുക്ക് പുരസ്കാര സമർപ്പണത്തിലേക്ക് അടക്കം നമ്മുടെ തൃശ്ശൂരിന്റെ മേയർ നിജി ജസ്റ്റിനാണ്, ഡോക്ടർ നിജി ജസ്റ്റിനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഈ പുരസ്കാരം സമ്മാനിക്കണേ. ആദ്യം അവരെ കുറിച്ച് കഥ കേട്ടല്ലോ. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഇന്ന് മാതൃഭൂമിയുടെ സ്റ്റാർസ് ഓഫ് ദ ഡേയിലെ മികച്ച ചുണക്കുട്ടികളായ 2 പേർക്ക് സമ്മാനം കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിലുള്ള പനവല്ലി, വൈത്തിരി ഭാഗത്തു നിന്നുള്ള ചുണക്കുട്ടികളാണ് ഇവർ 2 പേരും. SC ST വിഭാഗത്തിലുള്ള കുട്ടികളാണ്. അവർ മിമിക്രി ഐറ്റത്തിലാണ് പങ്കെടുത്ത് മത്സരിച്ച് 2 പേരും എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. തികച്ചും അഭിനന്ദിക്കാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ മേഘയുടെ കണ്ണ് നിറയാണ് ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ. എൻ്റെ കൂടെയുള്ളത് അഞ്ജലിയും മേഘയുമാണ്. 2 മിടുക്കി കുട്ടികളാണ്. അവർക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർസ് ഓഫ് ദ ഡേ ആയിട്ട് തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായും നമ്മുടെ 2 നക്ഷത്രങ്ങൾക്കും അപ്പോൾ ഈ ഒരു അവാർഡ് നൽകാനായി മേയർ ക്ഷണിക്കുകയാണ്. അപ്പോൾ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ ആ പുരസ്കാരം ഇന്ന് അർഹമായിരിക്കുന്ന ഒരു സ്റ്റാർ അല്ല, 2 താരങ്ങളാണ്, 2 താരോദയങ്ങളാണ്. അഞ്ജലിയും മേഘയും വയനാട്ടിൽ നിന്നും തൃശ്ശൂരിലെത്തി ഇവിടെ കലോത്സവത്തിൽ പങ്കെടുത്ത് മിമിക്രിയിൽ എ ഗ്രേഡ് വാങ്ങി മടങ്ങുകയാണ്. മിടുപിടിക്കൽ അല്ലേ? മേഘ കണ്ണീരൊഴുക്കുകയാണ്. സന്തോഷ കണ്ണീരാണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇതൊക്കെ ഒരു വലിയ യാത്രയുടെ തുടക്കമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എന്തായാലും പറ്റാത്ത ഒരു കണ്ട ആ കുട്ടികളുടെ ആ പിഞ്ചു മനസ്സിന്റെ നിഷ്കളങ്കതയാണ് ഈ കാണുന്നത്. വയനാട്ടിൽ ദൂരെ നിന്ന് പനവല്ലി, വൈത്തിരി ഭാഗത്ത് നിന്ന് വന്ന് തൃശ്ശൂരിൽ ഈ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിന്റെ കൂടെ എ ഗ്രേഡ് കിട്ടി. സന്തോഷ കണ്ണീരാണ് ഇപ്പോൾ വരുന്നത്. ഒന്നും മിണ്ടാൻ അവർക്ക് സാധിക്കുന്നില്ല. എനിക്കും വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ്. സ്കൂളിലെ കുട്ടികളാണ്, വൈത്തിരി സ്കൂളിലെ കുട്ടികളാണ്. മോളെ എന്താ ഇങ്ങനെ ആദ്യമായിട്ടാണോ ഒരു ചാനൽ മുമ്പിലൊക്കെ നിൽക്കുന്നത്? ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി കുറെ നിൽക്കട്ടെ. എന്താ ആഗ്രഹം? എന്താവാനാ? പോലീസ്. അപ്പൊ ഇനി പോലീസൊക്കെ ആയിട്ട് IPS ഒക്കെ ആവോ? ആഗ്രഹമുണ്ട്. IPS ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ ഇവിടെ നിന്ന് രാവിലെ വാസുകി മാഡത്തിന്റെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അങ്ങനെ വരണം. കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ തരൂലേ? തരും. കരയല്ലേ കേട്ടോ? കരയാൻ പാടില്ല. സന്തോഷം കൊണ്ടാണ് കേട്ടോ. സന്തോഷായില്ലേ? ഇവരുടെ ഇനി ക്യാഷ് അവാർഡിലേക്ക് കൂടി കിടക്കും. എന്തായാലും ഈ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം ഇവർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടി വൈകാരികമായി പോയല്ലേ ലിഷോയിട്ടാ? അതെ. പക്ഷേ ഇതൊരു യാത്രയുടെ തുടക്കമാണ്. ഇനിയും ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. അതിനൊക്കെ ഉള്ളൊരു തുടക്കം മാതൃഭൂമിക്കും ആകാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം നമുക്കുമുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാനുണ്ട് അല്ലേ? കൂടുതൽ താരങ്ങളെയും നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കണ്ടെത്തും. ഏറ്റവും അർഹമായ കൈകളിലാണ് കിട്ടിയെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ഹാപ്പി നൽകുന്ന ഈ സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം